Hi, a very good morning to all of you. It's me from Rich Seju. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി SD ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മളെ സെമസ്റ്റർ ഡിഗ്രീനെ കമ്പയർ ചെയ്യുമ്പം ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെ കുട്ടികളെ മൊഡ്യൂൾസ് ചാപ്റ്റേഴ്സ് കൂടുതലാണ്. 10-12 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നിന്നതിനാൽ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാടായിപ്പോവും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ 12th എക്സാം 12th തോന്നുന്നു, എക്സാക്ട്ലി ഡേറ്റ് എനിക്ക് ഓർക്കുന്നില്ല. എക്സാം തുടങ്ങുന്ന സെക്കൻഡ് ഇയർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഓർ മോസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്യാപ്പ്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഷോർട്ട് ഫോമാണ് ഗ്യാപ്പ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അക്കൗണ്ടിങ് ലാംഗ്വേജ് ആണ്. അക്കൗണ്ടിങ് ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ദ പില്ലേഴ്സ് ഓൺ വിച്ച് ദ സ്ട്രക്ചർ ഓഫ് അക്കൗണ്ടിങ് ഈസ് റെസ്റ്റിംഗ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ സ്ട്രക്ചർ റെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തൂണാണ് അക്കൗണ്ടിങ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇഫ് വി റിമൂവ് ദിസ് പ്രിൻസിപ്പിൾസ് ദ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് അക്കൗണ്ടിങ് വിൽ കൊളാപ്സ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രിൻസിപ്പിൾസിനെ നമ്മൾ റിമൂവ് ചെയ്തതിനാൽ അക്കൗണ്ടിങ്ങിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ തന്നെ കൊളാപ്സ് ആയി പോകും. സോ ഫ്രം ദാറ്റ് സെൻറ്റൻസ് ഇറ്റ്സെൽഫ് വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്യാപ്പ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെയിൻലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, they are prepared within the framework of this accounting standards and they are generally accepted principles ആണ്. Then accounting standards seeks to describe the accounting principles, the valuation techniques and the method of applying the accounting principles for the preparation and presentation of financial statements. So what is the need of accounting standards or objects of accounting standards? Accounting standard objective എന്ന് പറഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ to communicate the uniform results to external as well as internal users. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഇൻറ്റേർണൽ യൂസേഴ്സിനും ആവശ്യമാണ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സിന്, അതായത് മെജോറിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ടു ഫാർ അവേ ഫ്രം ദ ബിസിനസ്. സോ they have the right to know about the financial statements of the business. So in order to meet this objective, the informations contained in the financial statements can be supplied uniformly both insiders and outsiders. Then second എന്താ പറയുക, to facilitate inter-firm and intra-firm comparisons. Within the firm, between the firm തമ്മിലുള്ള കമ്പാരിസൺസ് പോസിബിൾ ആകുന്നത് ഇതുപോലെയുള്ള ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂണിഫോമിറ്റി എൻഷർ ചെയ്യാൻ പറ്റും, ആംബിഗ്വിറ്റി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഡൗട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ കമ്പാരിസൺസ് പോസിബിൾ ആവും, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻസി എൻഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് എക്സെട്ര. സോ ദിസ് ആർ ദ മീനിങ്, അഡ്വാൻറ്റേജസ് ആൻഡ് നീഡ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ മോഡേൺ ട്രെൻഡ്സ് ഇൻ അക്കൗണ്ടിങ്? അതായത് മോഡേൺ ട്രെൻഡ്സ് ഇൻ അക്കൗണ്ടിങ് എന്നാൽ ഇപ്പോൾ നൗഡേയ്സ് ദർ ആർ മെനി ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ലൈക്ക് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, ഫോറൻസിക് അക്കൗണ്ടിങ് പോലെയുള്ള ഒരുപാട് ട്രെൻഡ്സ് ഇൻ അക്കൗണ്ടിങ് ഉണ്ട്. എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിനും കോട്ടം തട്ടാത്ത രീതിയിൽ മോഡേൺ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എൻവയോൺമെൻറ്റിന് പൊല്യൂട്ടൻസ് തട്ടാത്ത രീതിയിലുള്ള അപ്പോൾ എൻവയോൺമെൻറ്റിന് കൂടുതൽ കോട്ടം തട്ടാത്ത രീതിയിൽ പൊല്യൂട്ടൻസ് നല്ലോണം ഒഴിവാക്കിയിട്ട് ട്രാൻസ്പെറൻസി ആയിട്ട് നടത്താനും, അതുപോലെ തന്നെ ബിസിനസ്സിന് എത്രമാത്രം എൻവയോൺമെൻറ്റിനോട് സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്ന് കാണിക്കാനുള്ള ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. ദെൻ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന നൗഡേയ്സ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ആർ ഒക്കേർഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ ദ അക്കൗണ്ടൻറ്റ്. ഒരുപാട് ഫ്രോഡുലൻ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രോഡിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഫ്രോഡിനെ ഇൻ ഓർഡർ ടു ഡിറ്റക്ട് ആൻഡ് പ്രിവെൻറ്റ് ദ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് കമ്മിറ്റഡ് ബൈ ദ അക്കൗണ്ടൻറ്റ് ഓർ ബൈ ദ ഓഡിറ്റേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫ്രോഡുലൻ്റ് അക്കൗണ്ടിങ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കമ്മിറ്റി തന്നെ ഫോം ചെയ്തിട്ട് നൗഡേയ്സ് ദിസ് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അലോങ് വിത്ത് അതർ ട്രഡീഷണൽ അക്കൗണ്ടൻറ്റ്. അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ആണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത്, വാട്ട് ഈസ് കോൺസെപ്റ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്
കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് അതുപോലെ തന്നെ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യാൻ ഉപയോഗിക്കുന്ന assumptions ആണ്. that is accounting concepts are those assumptions and conditions upon which accounting principles are based. അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സും പ്രിൻസിപ്പിൾസും ബേസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് അസംഷൻസ് ഓർ എ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. ദേ ആർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. ഇപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആൻഡ് ഓണേഴ്സ് ആർ ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ദെൻ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് ദേ ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബിസിനസ് ഹാവ് എ ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം even if there is any death or insanity or insolvency by the shareholders. Then accounting period concepts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the life of the business is divided into different periods starting from 1st January or 1st April of every year and coming to an end on 31st March or 31st December of the next year. ഒരു വർഷത്തേക്കാണ്. Then cost concept എന്ന് പറഞ്ഞാൽ all transactions are recorded in the books of account at an actual price involved. Then dual aspect concept എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. According to this concept, every transaction has two aspects. They are debit aspects and credit aspects. Then matching concept എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ according to this concept, the cost of a business for a particular period are matched with the revenue of that period in order to ascertain the correct net profit or net loss. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആർ ദോസ് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ വിച്ച് ഇസ് അവൈലബിൾ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. റവന്യൂ എക്സ്പെൻസസ് ആണെങ്കിൽ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ അതുപോലെ തന്നെ ദ ബെനിഫിറ്റ് ഓഫ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം ആണ്. ദ റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ദ ബെനിഫിറ്റ് ഈസ് അവൈലബിൾ ഫോർ വൺ ഫിനാൻഷ്യൽ ഇയർ ഓൺലി. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് എ നോൺ റിക്കറിങ് ഇൻ നേച്ചറാണ്. ഇടയ്ക്കിടെ അത് ഉണ്ടാവില്ല. റവന്യൂ ആണെങ്കിൽ റിക്കറിങ് ഇൻ നേച്ചറാണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് മെയിൻലി ഇൻവോൾവ് ഫോർ ദ അക്യൂസിഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആണ്. വേറാസ് റവന്യൂ എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ടു ഏൺ റവന്യൂ ഓർ എ പ്രോഫിറ്റ് ആണ്. Then capital expenditures are shown on the asset side of the balance sheet ആണ്. revenue expenses are debited to the profit and loss account ആണ്. Then പിന്നെ capital expenditure helps to increase the earning capacity and efficiency. Then അതുപോലെ revenue expenditure ആണെങ്കിൽ earning capacity efficiency increase ചെയ്യാനല്ല, മറിച്ച് it helps to maintain the predetermined level of earning capacity. അതായത് നമ്മളിപ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ ലെവൽ തന്നെ നമുക്ക് ഫ്യൂച്ചറിലും തുടരാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് റവന്യൂ എക്സ്പെൻസ്. ഇതാണ് ഡിഫറൻസ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ്. These are those expenses which are incurred during a particular year but the benefit of which may extend to a number of years ആണ്. അതായത് these are the type of revenue expense. റവന്യൂ എക്സ്പെൻസിൻ്റെ ഒരു ഭാഗമാണ്. ഒരു പ്രത്യേക പെർട്ടിക്കുലർ പീരീഡിലാണ് ഇത് ഇൻകർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും അതിൻ്റെ ബെനിഫിറ്റ് കുറേ കാലം വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായ എക്സ്പെൻസിനാണ് റവന്യൂ എക്സ്പെൻസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത്. The whole amount of such expenses cannot be treated as an expenses of the year in which it is incurred. അതായത് പിന്നെ ഏത് വർഷമാണോ അത് ഇൻകർ ചെയ്യുന്നത് ആ ഇൻകർ ചെയ്യുന്ന വർഷം തന്നെ അത് മൊത്തത്തിൽ നമ്മളവിടെ ഡെബിറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറേ വർഷം വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് ഡിവൈഡ് ചെയ്ത് ഓരോ വർഷത്തേക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾ ദ expenses and losses are debited and all the incomes and gains are credited ആണ് നോമിനൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. അതേപോലെ തന്നെ കൺസൈൻമെൻറ്റ് is a special type of accounting in which all the expenses of the consignment are debited and all the incomes from the consignment are credited. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ്? കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ or is an agreement between the consignor and consignee. Then who is a consignor? Consignor is a person who sends goods. Then consignee is a person to whom the goods is
കൺസൈൻ ഈസ് എ പേഴ്സൺ ഹു റിസീവ്സ് ദ ഗുഡ്സ് സെൻഡ് ബൈ ദ കൺസൈനർ. അതായത് ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത്. അതായത് കൺസൈനിക്ക് കുറച്ച് ഗുഡ്സ് അയച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ, വിൽക്കാൻ വേണ്ടിയിട്ട്, ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനറുടെ അഭാവത്തിൽ കൺസൈനർക്ക് പകരം കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്ന സാധനം അത് വിറ്റിട്ട് അതിൻ്റെ എമൗണ്ട് കൺസൈനർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റെമ്യൂണറേഷനായിട്ട് കൺസൈനിക്ക് കിട്ടുന്നത് അയാൾ വിറ്റ ഗുഡ്സിൻ്റെ സെയിൽസ് വാല്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനാണ് കൺസൈനീൻ്റെ റെമ്യൂണറേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അഗ്രിമെൻറ്റ് ഇൻ വിച്ച് the consigner sends goods to the consignee to be sold on behalf of the consigner ആണ്. So this is an agreement between the consigner and consignee for selling the goods sent by the consigner ആണ്. അപ്പോൾ അതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡെബിറ്റിൽ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യുക, ദെൻ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകംസും ക്രെഡിറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കൺസൈൻമെൻറ്റും സെയിലും കൺസൈൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൈൻമെൻറ്റിൽ നമ്മൾ കൺസൈനി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് കൺസൈനർ തനിക്ക് തൻ്റെ ബിഹാഫിൽ ആ ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുത്തിട്ട് അത് കൺസൈനിനോട് വിൽക്കാൻ പറയുന്നതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ബയർ ആൻഡ് സെല്ലർ പോലെയല്ല, നേരെ മറിച്ച് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റിനെ പോലെയാണ്. വേറെ സെയിലിലാണെങ്കിൽ സെല്ലറും ബയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെല്ലർ ആൻഡ് ബയറാണ്, അല്ലാണ്ട് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻ്റ് അല്ല. പിന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റിൽ നമ്മൾ പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കൺസൈനിക്ക് കൊടുക്കുന്നില്ല. സെയിലിലാണെങ്കിൽ നമ്മളെപ്പോഴാണ് ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞത് അപ്പം തന്നെ നമുക്ക് ആ ഗുഡ്സിൻ്റെ പൊസഷൻ ഓണർഷിപ്പ് രണ്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കൺസൈൻമെൻറ്റിൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് മസ്റ്റാണ്, സെയിലിൽ അതൊരു കമ്പൽസറി അല്ല. പിന്നെ അതുപോലെ തന്നെ കൺസൈൻമെൻറ്റിൽ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഇപ്പോഴും കൺസൈനറുടെ കയ്യിലാണ്, പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റിസ്ക് എപ്പോഴും കൺസൈനറുടെ തലമേലാണ്, ഒരിക്കലും കൺസൈനിക്ക് റിസ്ക് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. നേരെ മറിച്ച് സെയിലാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിൻ്റെ ഓണർഷിപ്പും പൊസഷനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് എപ്പോഴും ബയർക്കാണ്, സെല്ലർക്കല്ല. പിന്നെ കൺസൈൻമെൻറ്റിൽ ഗുഡ്സ് സെൻഡ് ടു ദ കൺസൈനി ക്യാൻ ബി കോൾഡ് ബാക്ക്. അതായത് കൺസൈനിക്ക് അയച്ചു കൊടുത്ത സാധനം എപ്പം തന്നെ അത് കോൾ ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് കൺസൈനർക്ക് ഉണ്ട്, കാരണം അത് പൊസിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നേരെ മറിച്ച് സെയിലിനാണെങ്കിൽ ഓൾറെഡി നമ്മൾ വിറ്റ് കഴിഞ്ഞ് പൈസ അവർ തന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് ആ തിരിച്ച സാധനം കോൾ ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ എക്സ്പ്ലെയിൻ പെർഫോമ ഇൻവോയ്സ്, അക്കൗണ്ട് കറണ്ട്, ഡെൽക്രെഡിറ്റ് കമ്മീഷൻ എക്സെട്ര, ഇതൊക്കെ ഈ ടേമിൽ ഈ മൊഡ്യൂളിൽ വരുന്ന കൺസൈൻമെൻറ്റ് മൊഡ്യൂളിൽ വരുന്ന ടേംസ് ആണ്. പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ ആണ് ആൻഡ് വിച്ച് ആർ സെൻഡ് ടു ദ കൺസൈനി അലോങ് വിത്ത് ദ ഗുഡ്സ്. അതായത് കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അയച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പെർഫോമ ഇൻവോയ്സ്. അതിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഗുഡ്സ് സെൻഡ്, ഏത് ടൈപ്പ് ഗുഡ്സ് ആണോ അയച്ചു കൊടുക്കുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര, ക്വാളിറ്റി എത്ര, അതിൻ്റെ പ്രൈസ് എത്ര, അതിന് എത്രത്തോളം എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട് പോലെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പെർഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു അക്കൗണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു ടേമാണ്, ഞാൻ അതിൽ എഴുതാൻ വിട്ടുപോയതാണ്, അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി. കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് അക്കൗണ്ട് സെയിൽ, കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് പെർഫോമ ഇൻവോയ്സ്. അപ്പോൾ ഈ അക്കൗണ്ട് സെയിലിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ലൈക്ക് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ്, പ്രൈസ് റിയലൈസ്ഡ്, എക്സ്പെൻസ് എന്തെങ്കിലും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൺസൈനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഡെൽക്രെഡറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ സെയിൽസിനേക്കാളും കൂടുതൽ സെയിൽസ് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ പൈസക്ക് കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഐ മീൻ കൺസൈനർ അലോക്കേറ്റ് ചെയ്ത ഗുഡ്സിൻ്റെ പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിന് ആ സാധനങ്ങൾ വിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സാധാരണ കിട്ടുന്ന നോർമൽ കമ്മീഷനേക്കാളും മുകളിൽ എക്സ്ട്രാ കിട്ടുന്ന കമ്മീഷനാണ് ഡെൽക്രെഡറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് ജോയിൻറ്റ് വെഞ്ചർ, ദെൻ അതുപോലെ തന്നെ വാട്ട് ഈസ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റ് പോലെ തന്നെ നമ്മൾ ഹയർ പർച്ചേസിൽ, അതായത് ഹയർ പർച്ചേസറുടെ കയ്യിൽ നിന്ന് ഹയർ വെൻഡറുടെ കയ്യിൽ നിന്ന് അസറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വാങ്ങിക്കും. ദെൻ അത് വാങ്ങിക്കുന്നതിന് ഫലമായിട്ട് നമ്മൾ അതിൻ്റെ മേലെയുള്ള റെമ്യൂണറേഷൻ ആർക്ക് കൊടുക്കും,
വെൻഡർക്ക് ഹയർ പർച്ചേസർ കൊടുക്കും. ദെൻ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലുള്ള ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ തവണകളായിട്ട് അടക്കണം. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടക്കാൻ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് കോൾഡ് ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഹയർ വെൻഡർക്ക് ഉണ്ട്, ഹയർ പർച്ചേസറുടെ കയ്യിൽ നിന്നും. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് ആ ഗുഡ്സ് മൊത്തത്തിൽ കോൾ ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെ ഫുൾ റീപൊസിഷൻ എന്ന് പറയും. ഇനി അതല്ല, അതിൽ നിന്നും കുറച്ച് അസറ്റ് ഹയർ പർച്ചേസർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോൾ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 5 മെഷീനറിയാണ് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ അതിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ വന്നതുകൊണ്ട് തന്നെ 2 മെഷീൻസ് കോൾ ബാക്ക് ചെയ്തു, ബാക്കി 3 മെഷീൻസ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തു. അപ്പോൾ ഈ കേസിൽ ഈ ഒരു എക്സാമ്പിളാണ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ടേമാണ് ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇനീഷ്യൽ പേയ്മെൻറ്റ് വിച്ച് ഈസ് ഗിവൺ ബൈ ദ ഹയർ പർച്ചേസർ ടു ദ ഹയർ വെൻഡർ അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന എമൗണ്ടാണ് ഇനീഷ്യൽ പേയ്മെൻ്റ് ആണ് ഡൗൺ പേയ്മെൻറ്റ്. പിന്നെ ഹയർ പർച്ചേസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഹയർ പർച്ചേസർ ആൻഡ് ഹയർ വെൻഡർ ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദ ഹയർ ടു ഡെലിവർ ദ ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ദെയർ ഓൺ യൂസ്. അതായത് നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക. ദെൻ അതിൻ്റെ മേലെയുള്ള പ്രൈസ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ സെറ്റ് തിരിച്ചു പിടിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഹയർ വെൻഡർക്ക് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ലീസും അതുപോലെ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് എസ്ക്രോ അക്കൗണ്ട്. ദെൻ വാട്ട് ഈസ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് ആണ് നമ്മളെ ഷെയറിനെ തിരിച്ചു വാങ്ങിക്കുന്നതാണ് ബൈ ബാക്ക്. ദെൻ വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തൊരു കമ്പനി നമ്മൾക്ക് ഫോം ചെയ്യാൻ നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലോ മെൻഷൻ ചെയ്ത മിനിമം സബ്സ്ക്രിപ്ഷൻ എന്തായാലും കിട്ടിയിരിക്കണം. എന്നാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. ഇനി ഇൻ കേസ് നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് രജിസ്ട്രാർ തരില്ല. അപ്പോൾ ആ ഒരു പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഏജൻസിയായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. അവരാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഇഫ് ദ പബ്ലിക് ഈസ് നോട്ട് ഏബിൾ ടു സബ്സ്ക്രൈബ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ, ദ അണ്ടർ റൈറ്റേഴ്സ് ആർ പർച്ചേസിങ് ദ എമൗണ്ട് ഓഫ് ഷെയർസ്. അതായത് ഇപ്പോൾ അങ്ങനെ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ മിനിമം സബ്സ്ക്രിപ്ഷൻ ആര് പർച്ചേസ് ചെയ്യും? അണ്ടർ റൈറ്റേഴ്സ് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും, കമ്പനി തുടങ്ങാം. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? അതിൻ്റെ റെമ്യൂണറേഷനായിട്ട് കമ്മീഷൻ കൊടുക്കണം, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ അണ്ടർ റൈറ്റിംഗ് ഇസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് അണ്ടർ റൈറ്റേഴ്സ് ടു എൻഷുർ മിനിമം സബ്സ്ക്രിപ്ഷൻ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഫ്രം ദ രജിസ്ട്രാർ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തിനാണ്? മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യാനും കമ്പനി കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ദെൻ വാട്ട് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ? എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. PC മീൻസ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ആണ്. അതായത് ഇപ്പോൾ A കമ്പനി B കമ്പനി, അപ്പോൾ A കമ്പനി B കമ്പനീനെ വാങ്ങിക്കുന്നു. അപ്പോൾ A കമ്പനി B കമ്പനീനെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ പർച്ചേസിങ് കമ്പനി A കമ്പനിയാണ്, സെല്ലർ കമ്പനി വെൻഡർ കമ്പനി B കമ്പനിയാണ്. അപ്പോൾ B കമ്പനി തൻ്റെ കമ്പനീനെ A കമ്പനി പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ വാങ്ങിക്കുമ്പോൾ നമ്മളെന്ത് കൊടുക്കണം? അതിൻ്റെ മേലെ കൺസിഡറേഷൻ കൊടുക്കണം. സോ എമൗണ്ട് പെയ്ഡ് ബൈ ദ പർച്ചേസിങ് കമ്പനി ടു ദ വെൻഡർ കമ്പനി ഈസ് നോൺ ആസ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഈ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ ലംസം മെത്തേഡ് ഉണ്ട്, അതുപോലെ നെറ്റ് അസറ്റ് മെത്തേഡ് ഉണ്ട്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് ഉണ്ട്, അങ്ങനെ ഷെയർ എക്സ്ചേഞ്ച് റേറ്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ചിന്തിക്കാനില്ല. സോ A കമ്പനി എഗ്രീസ് ടു പർച്ചേസ് B കമ്പനി വിത്ത് 1 lakh rupees അല്ലെങ്കിൽ 2 lakh rupees. ആ 2 lakh എന്ന് പറയുന്ന എമൗണ്ടിനാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വേറെ ഇക്വേഷൻസോ ഫോർമുലാസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അസറ്റ് എടുക്കുന്ന സമയത്ത് എഗ്രീഡ് വാല്യൂ നോക്കണം. അപ്പോൾ എഗ്രീഡ് വാല്യൂവിൽ നിന്ന് ലയബിലിറ്റീൻ്റെ എഗ്രീഡ്
വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് അസറ്റ് മെത്തേഡ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഫോംസ് ഓഫ് പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണോ ആ ബിസിനസ് വാങ്ങിക്കുന്നത് ആ മൊത്തത്തിലുള്ള മോഡ്സ് ഓഫ് പേയ്മെൻറ്റ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. ദെൻ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്രൂ വേർത്ത് നോക്കിയിട്ടാണ് അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നത്. ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഷെയർ എക്സ്ചേഞ്ച് റേറ്റ് മെത്തേഡ്. സോ ദിസ് ആർ ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ. ഈ പർച്ചേസ് കൺസിഡറേഷൻ്റെ പ്രോബ്ലവും അതുപോലെ അതിൻ്റെ മെത്തേഡ്സും പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ്റെ പ്രോബ്ലവും അതുപോലെ തന്നെ അക്വിസിഷൻ ഓഫ് എൻട്രീസും അതുപോലെ തന്നെ ഹയർ പർച്ചേസിൻ്റെ പ്രോബ്ലംസൊക്കെ എൻ്റെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഈ വീഡിയോൻ്റെ താഴെ ഈ പറയുന്ന പ്രോബ്ലം ഏരിയാസിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ലിങ്കും കൂടി ഒന്ന് പ്ലേ ചെയ്തതിനാൽ അതിൻ്റെ പ്രോബ്ലം കൂടി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. അതായത് ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ രജിസ്ട്രേഷനാണ്. അപ്പോൾ രജിസ്ട്രേഷന് മുമ്പിലേ തന്നെ കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് ആ പ്രോഫിറ്റിന്, അതായത് ഇപ്പോൾ കമ്പനി പർച്ചേസ് ചെയ്യുന്നത് 1/1/2010 ബട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് 1/3/2010 വിചാരിക്കുക. അപ്പോൾ 1/1/2010 മുതൽ 1/3/2010 വരെയുള്ള 3 മാസത്തെ ടൈം ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിനെയാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിലേ എങ്ങനെയാണ് ലാഭം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രീ അങ്ങനെ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് ലാഭം കിട്ടുക എന്നുള്ളൊരു ഡൗട്ട് വരും. അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. കാരണം അത് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള പ്രോബ്ലം ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് പ്ലേ ചെയ്ത് നോക്കുക. പിന്നെ ബാങ്കിങ് കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് NBA, NPA, CRR, SLR. NBA മീൻസ് നോൺ ബാങ്കിങ് അസറ്റ്. അതായത് ആക്ച്വലി ബാങ്കിൻ്റെ അസറ്റ് അല്ല, നമ്മൾ കസ്റ്റമേഴ്സ് പ്ലഡ് ചെയ്യുന്ന അസറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ആധാരം നമ്മൾ അവിടെ ഡോക്യുമെൻ്റ് ആയിട്ട് പ്ലഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ NBA ആണ്, നോൺ ബാങ്കിങ് അസറ്റാണ്, ബാങ്കിൻ്റെ സ്വന്തം അസറ്റല്ല. NPA മീൻസ് ബാങ്കിൻ്റെ സ്വന്തം അസറ്റാണ്, ബട്ട് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ബോറോവേഴ്സ് എമൗണ്ട് പിന്നെ ആ എമൗണ്ടിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യാണ്ട് ഡെഡായിട്ട് അവിടെ വെക്കുന്നതാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അതായത് RBIൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും മിനിമം ഇത്ര % ക്യാഷ് റിസർവ് റേഷ്യോ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. SLR അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ആസ് പെർ സ്റ്റാറ്റ്യൂട്ട് എവറി കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സർട്ടൻ % ഓഫ് SLR ആസ് ഡിറ്റർമിൻഡ് ബൈ ദ RBI. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഇയർ ആഫ്റ്റർ ഇയർ മാറിക്കൊണ്ടേയിരിക്കും. അത് ബാങ്കിങ്ങിൻ്റെ ഇതിൽ വരുന്നതാണ് റേറ്റ്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് CRR SLR റേറ്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ദെൻ വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജ്. സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ നമ്മളെ ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ ജേർണലിൽ പോസ്റ്റ് ചെയ്യുക, ബില്ല് ഡോക്യുമെൻ്ററി എവിഡൻസൊക്കെ നോക്കിയിട്ടാണ്. പക്ഷേ ഇവിടെ ബാങ്കിൻ്റെ കേസിൽ അത് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് ആണ്. നമ്മളിപ്പം വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ നമ്മൾ പെയിൻ സ്ലിപ്സ് ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാനാണ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാനും നമ്മളെ ട്രാൻസാക്ഷൻസ് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒമിഷൻസും പരമാവധി ഒഴിവാക്കാനും പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ ദ പെർഫോം ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി ഇൻ ന്യൂ ഫോമാറ്റ്. അതായത് ബാങ്കിങ് കമ്പനീൻ്റെ ന്യൂ ഫോമാറ്റിലുള്ള പെർഫോമയാണ്. അതായത് കുറേ ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 1 മുതൽ 11 വരെ ഡീൽ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലും 12 മുതൽ ബാക്കി 16 വരെ ഡീൽ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 1 എന്തിനെ സൂചിപ്പിക്കുന്നു ബാലൻസ് ഷീറ്റിൽ, 2 എന്തിനെ, 3 എന്തിനെ, അതിൻ്റെ ഓരോന്നിൻ്റെ അടിയിലുള്ള സബ് കണ്ടൻറ്റ് നോക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മുതൽ 16 വരെയാണ്. അപ്പോൾ അതിൻ്റെ 12ൻ്റെ താഴെ എന്തൊക്കെ വരും, 13ൻ്റെ താഴെ എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊരു പ്രൊഫോമ ബാങ്കിങ് കമ്പനീൻ്റെ അക്കൗണ്ട്സ് അവിടെ വരച്ച് വെക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഇസ് എ ഡാഷ് പ്രോഫിറ്റ്. എൻ്റെ ഉത്തരം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ദെൻ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യത ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ലെങ്ത് ഇപ്പം തന്നെ ഒരുപാട് അധികമായിട്ടുണ്ടാവും. ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ബോത്ത് ഓൾഡ് ഫോമാറ്റിലും ന്യൂ ഫോമാറ്റിലും ചോദിക്കും. ഇതിൻ്റെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം ചോദിക്കും. ഹയർ പർച്ചേസിൻ്റെ എസ്പെഷ്യലി പാർഷ്യൽ റീപൊസിഷൻ്റെ പ്രോബ്ലം ചോദിക്കും. ഈ പാർഷ്യൽ റീപൊസിഷൻ്റെ പ്രോബ്ലമൊക്കെ എൻ്റെ ചാനലിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ദെൻ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം, ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൻ്റെ പ്രോബ്ലം, അതുപോലെ
പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ്റെ പ്രോബ്ലം, ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീൻ്റെ ഫോമാറ്റ് ആയാലും അതുപോലെ തന്നെ പ്രോബ്ലം ആയാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ്. സോ നിങ്ങളെല്ലാവരും ഈ 22 ക്വസ്റ്റ്യൻസും ഈ പറയുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ നോക്കി നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈൻഡ്ലി നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കുട്ടികൾക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പാസ്സാകാനും അതുപോലെ തന്നെ തോറ്റ കുട്ടികൾക്ക് ഇമ്പ്രൂവ് ആക്കാനുള്ള അവസരവും കൂടി കൊടുക്കുക. സോ താങ്ക് യു ഫ്രം റിറ്റ്സ് എജു.